ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ആഫ്രിക്കയിലെ ടോഗോ എന്ന് പറഞ്ഞ കൺട്രിയിലാണ്. ടോഗോ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യമാണ്. ഈ ടോഗോ, ബെനിനൊക്കെ ഇങ്ങനെ ഗാനിൻ്റെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. വളരെ ചെറിയ രാജ്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഈവൻ 1-2 ദിവസം ഉണ്ടെങ്കിൽ തന്നെ ഫുള്ളായിട്ട് കണ്ടു തീർക്കാൻ പറ്റും. ഞാനിതാ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ ഇന്നലെ. അപ്പോൾ ഇതാ നമ്മൾ പുറത്തേക്ക് ഇവിടെ മാർക്കറ്റൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഹായ്, ഹൗ ആർ യു? എന്താണ് വിശേഷം? എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്? നിതിൻ ഫ്രം കണ്ണൂർ, റൈറ്റ്? പയ്യന്നൂർ, കണ്ണൂർ. രാമന്തലി എനിക്കറിയില്ല, അതെവിടെയാ? ഏഴിമല നേവലക്കടന്ന് കിടന്നോ? കേട്ടിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. ഓക്കെ, അവിടെ ഒരു 3-3.5 കിലോമീറ്റർ. ഓക്കെ. ഇവിടെ ആഫ്രിക്കയിൽ എത്ര വർഷമായി? ആഫ്രിക്കയില് 11 തൊട്ടുണ്ട്. 16-ാമത്തെ വർഷം. 16ാമത്തെ വർഷം. 16 വർഷമായിട്ട് ആഫ്രിക്കയിലുണ്ട്. ഏതൊക്കെ കൺട്രിയില്? സെനഗൽ ആദ്യം, പിന്നെ ഇവരെ കോസ്റ്റ്, ടാൻസാനിയ, ബെനിൻ, ഇടയ്ക്കൊന്ന് കെനിയ പോയിട്ടാണ്. പിന്നെ ഇവിടെ ഏതാണ് ഏറ്റവും ഇഷ്ടം? ഏത് കൺട്രി? അത് ആദ്യം വന്നത് സെനഗൽ ആയതുകൊണ്ട്. പക്ഷെ ബെനിൻ ഇപ്പൊ കഴിഞ്ഞ 10 വർഷം ബെനിനിലായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമായിട്ട് അവർക്ക് മാറി ബെനിനാണ് എന്ന് പറയും. അവിടെ നമുക്ക് നല്ല ടീമാണ്, നല്ല വൈബാണ്. ഓക്കെ, അങ്ങനെ എക്സ്പീരിയൻസ്, ഫ്രണ്ട്സ്, ആ ബേസില് ബെനിനാണ്. ഓക്കെ, നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? ഇവിടെ ഇപ്പൊ നമുക്ക് അക്കോഡസേവിൽ ഒരു ഫെറ്റിഷ് മാർക്കറ്റ് ഉണ്ട്. ടോഗോയില് കാണാന്ന് വെച്ചാൽ ഒരു വെള്ളച്ചാട്ടൊക്കെ ഉണ്ട്. അവിടെ ആദ്യം പോകും, ഫെറ്റിഷ് മാർക്കറ്റ് പോകും. പിന്നെ ഇവിടെ ഒരു അസിഗാമ എന്ന് പറഞ്ഞൊരു ഗ്രാൻഡ് മാർഷ് ഉണ്ട്. എല്ലാം കിട്ടും ആ മാർക്കറ്റിനകത്ത്. അവിടെ ടൈം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോവാം. പിന്നെ അത് കഴിഞ്ഞ് നോക്കാം, സമയം പോലെ. നമ്മള് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ ആളുടെ വൈഫും ഫാമിലി 3 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് വൈഫ്. ഹായ്, എന്തിന്റെ വിശേഷം? പേര്? ശ്വേത. നാട്ടില് കണ്ണൂർ തന്നെ? കണ്ണൂർ തന്നെ. ഇവിടെ കുറെ നാളായിട്ട്. ആഫ്രിക്ക ഇഷ്ടമാണോ? കുഴപ്പമില്ല. എന്താണ് ഇഷ്ടം ആഫ്രിക്കയില്? നല്ല സമാധാനം, സന്തോഷം. സന്തോഷമുണ്ട്. ഓക്കെ, ഇതാണ് ഇവരുടെ മൂത്ത മകൻ. എന്താ പേര്? ആദർവ്. ആദവ്. ഓക്കെ ഓക്കെ. കയ്യിനെന്തിച്ച്? ഓക്കെ. അപ്പൊ ഇവിടെ വന്നാലും ഫുട്ബോളും ക്രിക്കറ്റും പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. ഇവിടെ ഒരു ഫെറ്റിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് കുറേ സംഭവങ്ങളായിട്ടുള്ള മാർക്കറ്റാണ്, വെറൈറ്റി ആയിട്ടുള്ള മാർക്കറ്റാണ്. സാധാരണ ഞാൻ പോയിട്ടുള്ള മാർക്കറ്റ് പോലത്തെ സംഭവമല്ല കേട്ടോ. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, കൊറോണ കാലത്തൊക്കെ എല്ലാവരും വെച്ച് പിടിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കാണുന്ന ഫ്രൂട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതറിയോ എന്താണ് ഏതാണ്? ഇവർ പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നു. പക്ഷെ ഞാൻ ഇതുവരെ ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ട് പോലും കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാവരും ഇത് ഭയങ്കര മെഡിസിൻ വാല്യൂ ഉള്ളതുകൊണ്ട് ഇവർ യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അത് അവിടെ കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കൺട്രിയിൽ നിന്ന് ഇച്ചിരി കൂടെ ഒരു ഡിഫറൻസ് ഉള്ള ഒരു കൺട്രിയാണ് ടോഗോ, വെസ്റ്റ് ആഫ്രിക്കൻ. പക്ഷെ ടോഗോയും ബെനിനും ഒരേപോലെ തന്നെയാണ്. ഇവിടെ കാഷ്യൂനട്ട് അല്ലാണ്ട് വേറെ എന്തൊക്കെയാ മെയിനായിട്ട് പ്രധാനമായിട്ട് ഈ ഒരു രാജ്യത്തിൻ്റെ ഇതുള്ളത്? കാഷ്യൂനട്ട് കൂടാതെ സോയാബീൻ ഉണ്ട്. സോയാബീൻ നമ്മളെ സോയ ചങ്ക്സ്. പിന്നെ ഷിയാനട്ട് ഉണ്ട്. ഷിയാനട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാര്യത്തി എന്ന് പറയും ഇവിടെ. ഷിയ ബട്ടർ. കറക്റ്റ്. അത് ഇവിടെ വെസ്റ്റ് ആഫ്രിക്കയിൽ ഇവിടെ 2-3 രാജ്യങ്ങളിലേ ഉള്ളൂ. മെയിനായിട്ട് നമ്മുടെ ബെനിൻ, ടോഗോ, ഗാന, ഇവരെ കോസ്റ്റ്. മെയിനായിട്ടുള്ളത് ബെനിനിലും ടോഗോയിലും. ഞാൻ മസാജ് ചെയ്തപ്പോ ഷിയ ബട്ടർ ഇട്ടിട്ടാ ചെയ്തത്. ബെസ്റ്റാണ്. ഷിയ ബട്ടർ നല്ലതാണ്. നല്ല നമ്മുടെ നാട്ടില് നമ്മുടെ തേങ്ങ എണ്ണ, വെളിച്ചെണ്ണ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്ര തന്നെ ഇവിടെ ഷിയ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ മസാജ് ചെയ്യാനും ഓയിൽ കുക്ക് ചെയ്തും കഴിക്കും. ഇവിടെ മീനൊക്കെ വറക്കാനൊക്കെ ഷിയ ഓയിൽ ഉപയോഗിക്കുന്നു, ബട്ടർ വെച്ചിട്ട്. ഈ സോയാബീനെ ശരിക്കും എന്താ ചെയ്യുന്നത്? ആ ബീൻ എന്താ ചെയ്യുന്നത്? സോയ ചങ്ക്സ് അല്ലാതെ ആ ഫസ്റ്റ് ഫോം സോയാബീൻ്റെ ഓയിൽ എടുക്കും. അത് ഹെൽത്തി ആണോ? ആ ഓയിൽ? പിന്നെ സോയ ഓയിൽ ഹെൽത്തിയാണ്. പിന്നെ അതിന്റെ പാലെടുക്കുന്നുണ്ട്. സോയ ഓയിൽ ഞാൻ പാല് ഞാൻ കുടിക്കലുണ്ട്. നാട്ടിലൊക്കെ കിട്ടില്ല സോയാബീൻ എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചോയ്സ്. അത് നമ്മൾ കഴിക്കും. പിന്നെന്ന് പറഞ്ഞാൽ കൂടുതലും പ്രോട്ടീൻ പൗഡറുകൾ കാര്യങ്ങൾ അതിന് ഉപയോഗിക്കും. ആനിമൽ ഫീഡിനാണ് കൂടുതലും ഇവിടുന്ന് ഈ ഇത് പോകുന്നത്. എങ്ങോട്ട്? ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്? ബെനിന്ന് പിന്നെ കൂടുതലും ചൈനയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇപ്പം പാകിസ്ഥാൻ പോകുന്നുണ്ട്. ഇപ്പം ഇവിടുന്ന് ഇപ്പം പ്രസന്റ്ലി ഈ ടോഗോയിൽ സോയാ സീസൺ ഏകദേശം തീരാറായി. ഇവിടുന്ന് ഇപ്പോൾ എനിക്കൊന്ന് കൂടുതൽ നല്ല ക്വാണ്ടിറ്റി എല്ലാം പോയിരിക്കുന്നത് നവാഷേവ, തൂത്തുക്കുറൻ പോർട്ടുകളിലേക്കാണ് നാട്ടിലോട്ട്. അതെ, തീരാറായി. ഇനിയിപ്പോൾ കാഷ്യൂൻ്റെ സീസൺ ഇപ്പോൾ ഇവിടെ
സ്റ്റാർട്ടായി. ഇപ്പോൾ ഒരു ഓഗസ്റ്റ് വരെയൊക്കെ ക്യാഷ് സീസണാണ്, ഫുള്ള് കാഷ്യൂസ്. അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യും കുറച്ചുകൂടെ. അല്ല, അപ്പോൾ കാഷ്യൂന്റെ ഇതിലല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, കാഷ്യൂന്റെ കാഷ്യൂന്റെ ഒരു കമ്പനിയിലല്ലേ ആ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നത്? ആ കമ്പനിയിലെ ഞാൻ ആക്ച്വലി എന്താ പറയാ, അനൂപ് എന്ന് പറഞ്ഞ കണ്ട ആള് ഐവറി കോസ്റ്റിലെ, പിന്നെ ഗിനിയയിലെ അജിത് എന്നൊക്കെ പറഞ്ഞ അവരൊക്കെ എന്താ പറയാ ഈ സെയിം കമ്പനിയിൽ തന്നെ. മിസ്റ്റർ ഫ്രാങ്ക്ലിനെ പരിചയപ്പെട്ടില്ലേ? ഫ്രാങ്ക്ലിൻ എന്റെ കൊളീഗാണ്. നമ്മൾ സെയിം കമ്പനി ഡിഫറെന്റ് കൺട്രീസിൽ. അനൂപ് ഞാൻ ഒരു നാട്ടുകാരാണ്. നമ്മൾ ഒരുമിച്ച് 2008 മുതൽ ചെന്നൈയിൽ വെച്ചിട്ടുള്ള ടീമാണ്. ഓക്കെ, അത്രയും പരിചയമുണ്ട്. അപ്പൊ ഈ അത് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ കാഷ്യൂ നട്ടിന്റെ എപ്പോഴും സീസൺ ഇല്ലല്ലോ. സീസൺ ഇല്ലാത്തപ്പോൾ നിങ്ങൾ എന്ത് ജോബാ ചെയ്യുന്നത്? ഞങ്ങൾക്ക് അവിടെ ബെനിൽ ഒരു ഫാക്ടറി ഉണ്ട്, കാഷ്യൂന്റെ ഫാക്ടറി ഉണ്ട്, ചെറിയൊരു ഫാക്ടറി യൂണിറ്റ് ആണ് അതുണ്ട്. അപ്പൊ അതിനകത്ത് പ്രോസസ് ചെയ്യും, പരിപ്പെടുത്തിട്ട് ഇവിടെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എക്സ്പോർട്ട് ചെയ്യും. അത് ഫുൾ ഇയർ ഇവിടെ വെച്ചാൽ അതിന്റെ ടോഗോയിൽ ഇപ്പോഴും കാഷ്യൂ സ്റ്റാർട്ടായി. സോയാബീൻ നമ്മളിപ്പോ രണ്ടും ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതെ, ബെനിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഇവിടെ രണ്ട് രാജ്യത്ത് റെസ്പോൺസിബിൾ ആണ്. അവിടെ കൊളീഗ്സ് ഉണ്ട്. അതിന്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ഹാൻഡിൽ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. മനസ്സിലായി. ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ബെനിനിലല്ലായിരുന്നോ 10 വർഷം? പിന്നെ എന്തിനാ ടോഗോയിലേക്ക് വന്നേ? അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണല്ലോ. അവിടുന്ന് ഇപ്പോൾ ബെനിനിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അവിടെ ഗവൺമെൻറ് ബാനൊക്കെ കൊണ്ടുവന്നു ഈ റോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫാക്ടറി റണ്ണിങ് ഉണ്ട്, പക്ഷെ എന്നാലും ഇവിടെ ബാനൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ നമുക്ക് വലിയ ദൂരമൊന്നുമില്ല. ബൈ റോഡ് നമ്മളൊരു 3 മണിക്കൂർ വരുന്നതിലേക്കും ഇവിടെ എത്തി. 3 മണിക്കൂറേ ഉള്ളൂ അവിടുന്ന് ടൗണിൽ നിന്ന് ഇങ്ങ് ലോമയിലോട്ട് വരാൻ. അപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് പോയിട്ട് വരാം. നമ്മള് വേറെ രാജ്യമായിട്ട് കാണുന്നില്ല. ഓക്കെ, ടോഗോ ബെനിൻ ഓൾമോസ്റ്റ് സിമിലർ കൾച്ചറും അല്ലേ? ഈവൻ വെസ്റ്റ് ആഫ്രിക്ക, സെനഗൽ മുതൽ അറിയാലോ, ഓൾമോസ്റ്റ് ഒരു സിമിലർ സംഭവങ്ങളല്ലേ? പക്ഷെ കെനിയ പോയപ്പോ ഭയങ്കര ഡിഫറൻസ് അല്ലായിരുന്നു? ഈസ്റ്റിലേക്ക് പോയപ്പോ കെനിയ ഡിഫറെന്റ് ആണ്. ടാൻസാനിയ അതെ. ഇവിടെ അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര ഡിഫറെന്റ് ഇതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ അതായത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ കൊളീഗ് വന്നിട്ടുണ്ട് കേട്ടോ. ഹായ്, ഹൗ ആർ യു? I'm fine. My name is Andrews. Yeah, I'm working with Mr. Nidin. Okay. We are in agro-business. But how do you speak English? Because you are from here, right? Because I studied at school. Oh, okay, that's good. Good answer. I make varsity at Togo and I perform it at Accra, Legon. Okay. University of Legon. Okay, cool. Okay. So we came to visit fetish. I don't know market. Yeah, fetish market. Yeah, it's a fetish market. So these all it's real or? This man is the Gada. Hi. He will explain the thing for me, and then I'll explain it to you in okay. English. The ones that we speak in English. Okay. Yeah, very you speak nice. English. So, Yeah, no problem. Then it's cool. We can go back English. Okay. Okay, my name is Joseph. Okay. This here is a market of fetish. Also, it's be like a pharmacy for every interview. yeah, go on. Explain. Interview It's not a interview. ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റ് അല്ല, ഇത് ഫാർമസിയാണ്. അസുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആൾക്ക് നമ്മൾ ഫാർമസിയിലേക്കല്ലേ പോകുന്നത്, അവർ ഇങ്ങോട്ടാ വരുന്നതെന്ന്. അതെന്താന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. സോ വൈ? ബിക്കോസ് വാട്ട് ഈസ് ദ മെഡിസിൻ? You told me this is pharmacy, so what is this? Yeah, all these Africa people use it to make medicine. This is monkey. Then lots of, I don't know, This is dog. Yeah, dog. That's Yeah. a different head of snake. Yeah, snake, This Viper, cobra. This is dark head. cobra. Hedgehog. മറ്റേ Starfish. മുള്ളമ്പന്നിയുടെ കുഞ്ഞാണേ. Hyena, leopard. ഹയന Baboon. leopard. What is that? Monkey? Baboon. That is baboon. This is Baboon. monkey. Yeah, baboon. അതിന്റെ പല്ല് കണ്ടപ്പോ മനസ്സിലായത് വേറെ എന്തോ സംഭവമാണ്. എല്ലാ സാധനവും ഉണ്ട്, സ്റ്റാർ ഫിഷ് ഉൾപ്പെടെയാന്ന് തോന്നുന്നു.
എന്താ ഇതെല്ലാം ഒറിജിനലാണ്. അതിന് വൃത്തിയിട്ട സ്മെല്ലാണ് ഞാനിങ്ങനെ അടുത്തേക്ക് വരുന്ന സമയത്ത്. കണ്ടാ നമ്മളുടെ മൂങ്ങേനൊക്കെ ഇവർ കൊന്ന്, ഇവരെല്ലാത്തിനും ഇങ്ങനെ കൊന്നു വെച്ചേക്ക. കാക്കയൊക്കെ അതെ, ഇവിടുത്തെ കാക്കയ്ക്ക് വെള്ള കളർ ഉണ്ടാവും കേട്ടോ സൈഡിൽ. ആ കാക്കയാണ് ഈ കാണുന്നത്. കാക്കയൊക്കെ ഇങ്ങനെ ചത്തിട്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് പോസ്റ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. So if the person want to eat, he put it and he give food for this. That means if the twin which is alive see it spiritually, that show that one is not dead. മനസ്സിലായില്ലേ? രണ്ട് ഒരാളിപ്പോ മരിച്ചുപോയി. അപ്പൊ ഇതിന് പകരമായിട്ട് ഇങ്ങനെ വാങ്ങിക്കും, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മളിങ്ങനെ പൂജ ചെയ്യൂലേ, അത് കണക്കിന് അതിന് ഫുഡ് കൊടുക്കുക. അതായത് മരിച്ചിട്ടില്ല എന്നുള്ളൊരു ഓക്കെ ഉണ്ട് എന്നുള്ള ബ്ലാക്ക് മാജിക് സംഭവമാണ്. സ്പിരിച്വലി നമ്മളെ കൂടെ തന്നെ മരണപ്പെട്ടിട്ടില്ല. സിംഗിൾ ആണെങ്കിലും അവര് No, pas de problème. This is for only twins. But if the two dead, the person buy the two. So if only single, only one kid dead. If one dead, you buy one. If the two dead, you buy two. Both of them. ട്വിൻസ് ആയാലും അതിന് ബന്ധമൊന്നുമില്ല. ട്വിൻസ് ഒരുപാടുണ്ടോ? അയ്യോ ഞാൻ കണ്ടിട്ടില്ല ആരെയും. ഞാൻ ഒരുപാട് കണ്ടിട്ട് ആരും കണ്ടിട്ടില്ല. And they give the food for them. ഓക്കെ, അവിടെ കൊണ്ടുപോയിട്ട് മരിച്ചില്ലെങ്കിൽ സ്പിരിച്വലി ആ വിശ്വാസത്തിൽ അവരിങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത്, അങ്ങനെ ദൈവത്തിനൊക്കെ ഭക്ഷണം കൊടുക്കുന്ന പോലെ മരിച്ച ആളുകൾക്ക് ഇങ്ങനെ ഇപ്പൊ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാക്കയ്ക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന പോലെ അതൊരു ഡിഫറെന്റ് സിസ്റ്റം പോലെ ഇവിടുത്തെ വേറെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയോ ഈ പാമ്പും പഴുതാരയും സാധനങ്ങളൊക്കെയോ എന്തെങ്കിലും പിന്നെ ഇവരത് പ്രത്യേക ഡ്രസ്സിംഗ് ഒക്കെ ഇതിന് C'est une décoration. C'est un souvenir. Mais alors, si vous avez acheté ça, vous allez donner ça au chef féticheur. Il va vous faire la prière sur ça, sur votre nom. De là, on peut mettre ça dans la maison pour une protection familiale de la maison, bonheur familial de la maison. Et ça vous protégera aussi contre les mauvais envoûtements. Si quelqu'un vous envoie des mauvais sorts, ça retourne l'envoi de la personne. De là, on met ça à la maison. Mais ce qui est là maintenant, on n'a pas été béni. Ça, c'est une décoration. So this one is like a fetish of Gada, house Gada. ഗാഡയാ? Gardien. Security. House security. You see? So if you buy it, you go to the specialist, the fetish priest. The fetish priest. And you pray. അതായത് ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആള്. You pray on this and you go and put in your house. Okay. So that will protect all the house. വരാതിരിക്കാൻ വേണ്ടി പൂജ ചെയ്തിട്ട് അവിടെ വീട്ടിൽ കൊണ്ട് വെക്കും. അപ്പൊ ഒരു പ്രശ്നങ്ങൾ വരൂലാന്ന്. If somebody want to disrupt you, he cut it. Yeah, understand. പേടിച്ചിട്ട് മാറിപ്പോവും. ആർക്കും This will give good luck. He will give good luck for the whole house. I understand now. And also protect you again bad spiritually. If somebody send you bad, you must return back to the person. ഓക്കെ, വേറെ ഒരാള് ബാഡ് ആക്കി ഇതാക്കിയാ തിരിച്ചു കിട്ടും എന്നാട്ടോ പറയുന്നത്. ബാക്ക് ടു ബാക്ക് സെൻഡ് ചെയ്യുക, അത് അവരുടെ വിശ്വാസമാണ്. അതായത് ഈ നെയിൽസ് കാണുന്നത് അവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണെന്നാണ്. ഇത് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ലത് സംഭവിക്കും. അത് അവരുടെ ജസ്റ്റ് ഒരു ബ്ലാക്ക് മാജിക് വിശ്വാസം മാത്രമാണ്. ഈ പൊതുവെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് അവർക്ക് ബ്ലാക്ക് മാജിക് ഭയങ്കര വിശ്വാസമാണ് ബാക്കി എല്ലാത്തിനെക്കാട്ടിലും. പക്ഷെ ഇത് ഏത് റിലീജിയനിലെ ആളുകളാണ് ഇത് ചെയ്യുന്നത്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണോ? ഏത് കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ് ഇത്? ഈ ഇസ്ലാം ആൾക്കാർ. ഓക്കെ, ബ്ലാക്ക് മാജിക് കൈൻഡ് ഓഫ് ഒരു റിലീജിയൻ പോലെ ഒരു ബിലീഫ് ആണല്ലേ? പെടാത്ത. ഓക്കെ, അവരാണ് ചെയ്യുന്നത്. പക്ഷെ ക്രിസ്ത്യൻ വിഭാഗത്തിലിട്ടൊരു ഇത് ചെയ്യോ? അതാ ചോദിക്കുന്നത്. ഓക്കെ,
ഇതെല്ലാം ഒറിജിനലാണ്. ഒറിജിനലി അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് ഓരോ സാധനത്തിൻ്റെയും അതൊക്കെ എന്തിൻ്റെയാണെന്ന് തന്നെ മനസ്സിലാണല്ലോ. എല്ലാം ഒരു പറിച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. മുള്ളം പന്നി എല്ലാം ഇങ്ങനെ ഒറിജിനലാണ്. ഇത് കാണുമ്പോഴേ മനസ്സിലാവും. സ്റ്റാർ ഫിഷ് എല്ലാം ഉണ്ട്. ഇത് എല്ലാ കടയിലും ഓൾമോസ്റ്റ് സിമിലർ. ഇവരിത് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നത്. അതായത് അസുഖം വന്നു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് ഓക്കെ ആരുടെയെങ്കിലും എന്തെങ്കിലും ഇതുകൊണ്ടാണ് ആ ബില്ല് മാറാൻ വേണ്ടിയിട്ട്. ഈ കടയിലെ ആളാന്ന് തോന്നുന്നുണ്ട് പയ്യൻ. ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ. അതിനൊക്കെ ഒരു സ്മെല്ല് തന്നെ ഉണ്ട്. അതൊക്കെ എന്താ പശുവിൻ്റെ തോലോ എന്തിൻ്റെയൊക്കെയോ തോലാണ് ഈ കാണുന്നത്. അതിൻ്റെയൊക്കെ എല്ല് ഇത് അവിടെ എല്ലുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ എന്താ പറയുക പാർട്സ് എല്ലുൾപ്പെടെ തല ഉൾപ്പെടെ വാലുൾപ്പെടെ കൊമ്പ് ഉൾപ്പെടെ എല്ലാ ടൈപ്പ്. ഇതേ പാമ്പിന്റെ വളയല്ലേ ഇത്? പാമ്പിന്റെ വള ഉണക്കിയത് അടിച്ച് പരത്തി തുറന്നേക്കുന്നയാ. അങ്ങനെ എല്ലാ സംഭവങ്ങളും അവർക്ക് ഓരോന്നിനും ഓരോ ബിലീവാ. ഈ കാണുന്നൊക്കെ പാമ്പാണ്. പാമ്പിനെ ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചേക്കത്തെ കാണുന്നത്. ഓരോന്ന് ചെയ്യുമ്പോഴും അതിന് ഓരോ ബിലീവായിരിക്കും ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നത് അതാണ്. ഇതെല്ലാം ഈസ്റ്റ് ആഫ്രിക്കയില് എനിക്ക് തോന്നുന്നത് മിക്ക വീടുകളിലും അവരുടെ എന്താ പറയുക ഡ്രസ്സും പിന്നെ നിലത്ത് വിരിക്കുന്ന മാറ്റ് കൗച്ച് കാര്യങ്ങളൊക്കെ ഇതാണ്. ഇതിലും വലിയ പശു അങ്ങനത്തെ. ഇത് എന്തിൻ്റെതാണ് അറിയോ? നല്ല കട്ടിയാണ് കേട്ടോ ഇതിനൊക്കെ. മനുഷ്യന്മാരെ പോലെ ഒന്നുമല്ല. ഇത് ഭയങ്കര കട്ടിയല്ലാത്ത മാനിൻ്റെത്. മാനിന്റെയാണ് കേട്ടോ. അത് കളറ് കാണുമ്പോ തോന്നുന്നുണ്ട്. ഈ കാണുന്ന ചെറിയ സംഭവങ്ങളൊക്കെ അതെന്താ? അത് നമ്മുടെ നാട്ടിലെ നാട്ടുവൈദ്യല്ലോ. അതുപോലെ ഇവർക്ക് ഇവിടെ ട്രഡീഷണൽ ആയിട്ട് വൈദ്യരുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മാറാരോഗങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ മീൻസ് ഇവിടുത്തെ ആൾക്കാര് ഇവർ മാറാരോഗങ്ങൾ വന്ന ആ വൈദ്യനെ പോയി കാണിച്ചാൽ അയാൾ ആ രോഗത്തിനനുസരിച്ച് ഇവിടുന്ന് ഓരോ ആനിമലിനെ എഴുതി കൊടുക്കും. ഇന്ന ആനിമലിനെ കൊരങ്ങനാണോ പാമ്പിന്റെ തലയാണോ ഏത് ഡിപ്പെൻസ് നിങ്ങളെ ഇഷ്യൂ നിങ്ങളെ ഇതിനനുസരിച്ചിട്ട് എഴുതി കൊടുത്തിട്ട് അത് മേടിച്ചിട്ട് വന്നാൽ അവരവിടുന്ന് അതിനെ പ്രിപ്പയർ ചെയ്യും. അതായത് അരച്ച് അതിനെ ആ മെഡിസിനെ പരുവത്തിലാക്കും. ചിലപ്പോൾ ഒരു 3-4 ആനിമൽസിനെ സെലക്ട് ചെയ്തിട്ട് അവർ അല്ല ചിലത് കഴിക്കും. അത് ഡിപ്പെൻസ് നിങ്ങൾക്ക് ഡിസീസ് അരച്ചിട്ട് ഒന്നിക്കൽ കഴിക്കും. അല്ലാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ആ മുറിവിലേക്ക് ഇൻജക്ട് ചെയ്യുന്നു. അപ്പൊ അത് ഇൻഫെക്ഷൻ ആവില്ലേ? ഇവരോരോ വിശ്വാസം ഇൻഫെക്ഷൻ ആവൂലേ? കഥയിൽ ചോദ്യമില്ല എന്നാണോ? ഫ്രഞ്ച് എല്ലാം നല്ല പറയില്ലേ? ഓ കൊള്ള പരിപാടി. കൊറേയല്ലോ അല്ലേ? അപ്പൊ ഇത് ഓരോന്നിനും ഓരോ സ്ഥലങ്ങൾ ഉണ്ടാവും. ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ടാവും തോന്നണ. അല്ല ഇതെന്താ? ഓരോ സാധനങ്ങൾക്കും ഓരോ മീനിങ് ഓരോ കഥയുണ്ടേ. They said that Ago is it listen to me. Every area of village listen, know so that the time you reach, then they run go to the message. This is for communication, to make a message for village to village. This is for communication. Okay. They use it also for some communication with voodoo. ഗ്രാമത്തിലെ ആൾക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ട് അവര് എന്താ പറയാ ഒരു മണിമുഴക്കില്ലേ നമ്മുടെ ക്രിസ്ത്യൻകാരിൽ മരണപ്പെട്ട മണി അടിക്കില്ല അതുപോലത്തെ സംഭവമാണ്. ഓരോന്നും ഞാൻ ചോദിച്ചത് ഡിഫറെന്റ് ആയിട്ടുള്ള ബേർഡ്സ് ഇല്ലേ, ആനിമൽസ് ഇല്ലേ. അപ്പം ഇതെല്ലാം നമ്മൾക്ക് അവരെ എഴുതി തരുന്ന ഒരു അസുഖം കൊണ്ടുപോയാൽ ചിലപ്പം പറയും ഒരു പാമ്പിന്റെ തല ഒരു കിളി അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇവര് നമുക്ക് ചൂസ് ചെയ്ത് തരും. എന്നിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കണം. അവരത് കഴിക്കും അല്ലെങ്കിൽ കുത്തിതാക്കും. ഇത് ഇവർക്ക് ഇൻഫെക്ഷൻ ആവൂലെന്നാണ് ഇൻജക്ട് ചെയ്യുന്നൊക്കെ ഇൻഫെക്ഷൻ ആവൂലേ എന്നുള്ളതൊക്കെയാണ് എൻ്റെ സംശയം. പറയാൻ പറ്റില്ല. ഇവർക്കാണെങ്കിൽ അസുഖങ്ങളൊന്നും അധികം വരാറൊന്നുമില്ല. വല്ലപ്പോഴും ആയിരിക്കും വരുന്നത്. ആമയുണ്ട്. ആമേൻ്റെ ഉള്ളിലത്തൊന്നുമില്ല, തോട് മാത്രമുണ്ട്. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഏതൊക്കെ മൃഗങ്ങളെ അങ്ങനെ നോക്കി വന്ന് എല്ലാത്തിനെയും കണ്ട് പട്ടീനൊക്കെ പാവം തോന്നണം കേട്ടോ. ഒറിജിനൽ പട്ടികളെയാണ് ഇട്ടേക്കുന്നത്. പൂച്ചേനെ വരെ പാവം ഉണ്ട്. ആ പൂച്ചേനെ വരെ അങ്ങനെ ആക്കിയടാ അവര്. ആ പൂച്ചേനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. പട്ടീനെ എനിക്ക് കൂടുതൽ ഇഷ്ടം പൂച്ചയേക്കാൾ. എന്നിട്ടും പൂച്ച കണ്ടപ്പോൾ വിഷമമായി. ഇവർക്ക് ഇതിലെല്ലാത്തിലും ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ എന്താണോ ഒരാൾക്ക് പണി കൊടുക്കണോ, മഴ പെയ്യിക്കണോ, റിച്ച് ആവണോ പുവർ ആവണോ, ഒരാളെ തല്ലണോ കൊല്ലണോ, ഇതൊക്കെ അവർ ചെയ്യുന്നത് ഈ വിശ്വാസത്തിലെ
ഇതൊരു ജോത്സ്യരൊക്കെ പോലെ വൈദ്യരൊക്കെ പോലെ ഒരാളുണ്ടാവും. ആ പുള്ളിക്കാരനാണ് ഇതെല്ലാം ഓരോന്ന് പറഞ്ഞു കൊടുക്കുക, ഇന്നത് ചെയ്യണം, അങ്ങനെ ചെയ്താൽ റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇതിൽ വിശ്വസിക്കുന്ന വേറൊരു വ്യക്തിയാണ് ഇപ്പോൾ ഒരാളെ ബിസിനസ്സിൽ എന്തിനേലും കൊളാക്കാൻ നിന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അവരത് പേടിച്ചിട്ട് അത് ചെയ്യാണ്ടിരിക്കും. മനസ്സിലായോ? അതാണ് ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മനുഷ്യൻ്റെ എല്ലാം ഒരിക്കലും അതിൻ്റെ നഖമൊക്കെ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നത് ഞാൻ കുറേ നോക്കി അവസാനം ഇവരോട് സംസാരിച്ച് നമ്മൾ ഗൂഗിൾ ചെയ്ത് കിട്ടിയപ്പോൾ ഇത് എന്ത് ഇങ്ങനെ ഒരു അനിമലിനെ പോലും ഞാൻ കണ്ടിട്ടില്ല എന്റെ ലൈഫിൽ. അങ്ങനെ ഒരു സാധനം അല്ലേ? നമ്മളിത് ഇതുവരെ കൈ കണ്ടോ അങ്ങനെ ഇരിക്കുന്നത്? നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് സാധനങ്ങൾ ഏതോ കാട്ടിലെല്ലാം പോയി ഇവരിത് പറിച്ചു കൊണ്ടിരുന്നു. അയാളുടെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടോ? അതെന്താ അറിയോ? നല്ല രസമുള്ള മാലയാന്ന് തോന്നുന്നു, പക്ഷെ പാമ്പിന്റെ നട്ടെല്ലാണ്. പാമ്പിന്റെ നട്ടെൽ വെച്ചുണ്ടാക്കിയ മാലയാണ് കേട്ടോ അത്. ബാക്ക് ബോൺ ഓഫ് സ്നേക്ക്. ഐ നോ. പശുവിന്റെ സ്കിന്ന് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ചെണ്ടയാണ് കേട്ടോ. ഇതെല്ലാം അവര് വയറൊക്കെ വെച്ച് പശുവിന്റെ ചെണ്ട വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങളാണേ. അവര് വേറൊരു ടോണല്ലേ അവരിതാക്കുമ്പോ, വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള സൗണ്ട് എല്ലാം. ഈ കാണുന്ന കണ്ടോ നമ്മളുടെ മുതലേന്റെ ഫ്രഷ് ആയിട്ട് ഇറച്ചി, അതിൽ ചോര വരെ ഉണ്ട്. അതിന്റെ മീറ്റൊക്കെ അവരെടുത്ത് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഈച്ച വരുന്ന അതുകൊണ്ട് അതിന് സ്മെല്ലുണ്ട്. ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതൊന്നും മാറിയിട്ടില്ല. ഇത് ഉണങ്ങിയത്, ഇതാണ് ഉണങ്ങിയത്. ഉണങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. മറ്റേത് ഇങ്ങനെ പച്ചയ്ക്ക് നല്ല ഫ്രഷ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അത് കുറെ നാളായിട്ടുള്ളതുകൊണ്ട് ഇത് പക്ക ഫ്രഷ് ആയതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്. കണ്ടാ അത് കാണുമ്പോഴേ ആ ഒരു ഇറച്ചിയും മീറ്റും ആ ഇറച്ചിയൊക്കെ അതിൽ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇന്നെങ്ങാണ്ട് അവർ പിടിച്ചു കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടോ. ഇതുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെയും ഇത് തന്നെയാണ് ഇവരുടെ ഇത്. ഇതിൽ ഓരോന്നിനും ഓരോ മീനിങ്ങും ഓരോ അർത്ഥങ്ങളുണ്ട്. ഒരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരുന്ന അത്രയും ഉള്ളൊരു സ്റ്റോറി അല്ല അതിലുള്ളത്. കണ്ട ഇതൊക്കെ നോക്ക്, കണ്ട അവിടുത്തെ ഇങ്ങനെ ഒരു ശരീരം, കഴുത്തില്ലാണ്ട് തല മാത്രമായിട്ട് ആണിൻ്റെതും പെണ്ണിൻ്റെതും ശരീരഭാഗങ്ങളും എന്തൊക്കെയാണ് ഇതിനൊക്കെ, എന്തൊക്കെ ഒരു മീനിങ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഒക്ടോബർ മാസത്തിൽ ഇത് നമ്മളെ മെക്കാനിക്ക് അതൊക്കെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ആയുധപൂജ നമ്മളെ നാട്ടിലൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സെയിം സംഭവമാണത്. ഒക്ടോബർ മാസത്തിൽ മൃഗങ്ങളൊക്കെ കൊന്നിട്ട്, മൃഗങ്ങളെല്ലാം കൊന്നിട്ട് ഇവർ ചോരയിൽ ഈ ചോരയെല്ലാം ഇതിൻ്റെ മുകളിൽ ഒഴിക്കും കേട്ടോ. നോക്ക് ഇത് കണ്ട, ഇത് എന്തൊക്കെയോ ആയുധങ്ങളൊക്കെയാണ് കാണുന്നത്, സൈക്കിളിൻ്റെത്, ചെയിന്, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇവരുടെ ആ ദൈവം, മെക്കാനിക് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക ദൈവം, അങ്ങനെയാണ് അവർ ഇതാക്കുന്നത്. തണ്ടർ ഗോഡ്, തണ്ടർ സ്റ്റോം. ഓക്കെ, ഇടിമിന്നല്, ഇടിമിന്നലിന്റെ ദൈവം, ആയുധങ്ങളുടെ ദൈവം, എന്തൊക്കെ ദൈവം അല്ലേ? Something or thief. Okay. When they call it, he can kill the person. നമ്മുടെ മറ്റേ മോഹൻലാലിന്റെ ഒരു സിനിമയില്ലേ, കബീർ പൊന്നമ്മിയും ഇവരൊക്കെയുള്ള തേന്മാവൻ കൊമ്പത്തില്, കൊമ്പത്തില് ഒരു റോൾ ഉണ്ടല്ലോ, ആർക്ക് അത് കബീർ പൊന്നമ്മക്കാണോ ആരൊക്കെ ആ റോള്, അതായത് അതായത് അതുപോലെ റോൾ ചെയ്യാള്. അതായത് നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഇങ്ങേരുടെ അടുത്താണ് വരുന്നത്, ഇങ്ങനെ തീരുമാനിക്കും. ആ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ കളവ് ചെയ്താൽ ആരെങ്കിലും കൊന്ന ആൾക്കാരെ എങ്ങനെ ശിക്ഷിക്കണം, ആ അടിക്കണോ കൊല്ലണോ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആളായത്. ആ സിനിമയില് പറയുന്നത് എന്തോ വിളിക്കാന്ന് പറയും, എന്തോ കൂട്ടം വിളിക്കാന്ന് പറയും അല്ലേ, എന്തോ കൂട്ടം വിളിക്കാന്ന് പറഞ്ഞിട്ടില്ല. He say, somebody take my team. I don't know the person who, God, this God, make a justice. So if he use this to kill the person. Oh, konnalayum. What about banana? C'est pour tout. Ça ne tue pas les voleurs. ഇവിടെ ബനാന എന്താടാ? ബനാന ഒക്കെ ഉണ്ട് കയ്യിലിട്ടാ. ഇത് നാട്ടുകൂട്ടം കൂടുന്ന സമയത്ത്, നാട്ടുകൂട്ടം കൂടാ തന്നെ. അപ്പം അവിടെ ഈ കൊട്ടലും ഇതൊക്കെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ്, അതായത് സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഈ ബനാന കയ്യില്. അത് ഇങ്ങനെ പവർ കാണിക്കാൻ വേണ്ടി ഒരു മഴുവോ എന്തെങ്കിലും കയ്യിലൊക്കെ ഇങ്ങനെ കാണും എന്ന് അത് കയ്യിൽ വെച്ചാൽ കൊടുക്കുന്നത്. അത് ആൾക്കാർ പേടിയും റെസ്പെക്റ്റും വേണം. അത് ഈ സന്തോഷിപ്പിക്കുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റായിട്ട് ഇത് കൊടുക്കുകയും ചെയ്യും. ഇത് എല്ലാ വില്ലേജിലും ഇങ്ങനെ ഒരാളുണ്ട് കൺട്രോൾഡ് ആയിട്ട്, അതായത് ജസ്റ്റിസ്, അവിടുത്തെ കോടതിയാണ്. കോടതി അതന്നെ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശില്പാരൂപമാണ് ഈ കാണുന്നത് കേട്ടോ.
Arrivé au Bénin, vous allez voir ça dans les portails. Avant de rentrer dans le portail, il y a ça. Là, c'est une protection, c'est une protection familiale de la maison. Mais si vous avez ça là, vous avez des problèmes. Pourquoi il y a ces 4 femmes, 4 mangas? Si vous avez... That is the god of fecundity. Fecundity. മംഗളം Procreation. അങ്ങനെയൊന്നും പറയണ്ട. മംഗളം എന്ന് പറയും ഇവിടത്തെ മംഗളം മംഗളം എന്ന് പറയും. മംഗള ഇവര് 4 മംഗളുണ്ട്. ഇവര് പറയുന്നത് വെച്ചാല് ഇത് ഇവിടത്തെ പോലെ ബെനിലുണ്ട്. പല കൊട്ടാരങ്ങളിലും വലിയ വലിയ ആൾക്കാരുടെ വീട്ടിലെ മുമ്പിലേക്ക് സ്റ്റാച്ചു കാണും. ഓക്കെ, ഇങ്ങനത്തെ സ്റ്റാച്ചുയോ? അങ്ങനത്തെ സ്റ്റാച്ചു കാണും. അത് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന പറഞ്ഞത്. അത് ഇപ്പൊ പ്രത്യേകിച്ച് അവിടെ 14-15 വയസ്സുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ട്. കുട്ടികളാവുന്നില്ല എന്നുണ്ടെങ്കിൽ, പെണ്ണുങ്ങൾ കുട്ടികളാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആ പെണ്ണിനും കൂട്ടിയിട്ട് ഇങ്ങനെ അടുത്ത് പോകും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. അവിടുന്ന് മരുന്ന് വൈദ്യം പോലെ ഇങ്ങനെ അവിടുന്ന് എന്തെങ്കിലും പ്രയർ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ആണുങ്ങൾക്കാണ് പ്രശ്നം, ആണുങ്ങൾ മാത്രം തന്നെ പോകും. പക്ഷെ അത് ആ പ്രയർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഈ മംഗളയുടെ പെർഫോമൻസ് കൂടുന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇവരുടെ ഓരോ If somebody, you are a man, they can spiritually they can kill your penis. Power. Yeah, your power. The electric cut. So when you carry, here is a charger. Spiritual charger. ചാർജർ. You will come and communicate the battery here. Then when you go to For recharge. എന്റെ അമ്മോ. If you are a woman, you are not pregnant, you come here with your husband and then they will pray. When you go, Papa! If somebody have an erection problem, if somebody have erection problem like this guy, Oh, no, not like me. Why you are like you? ഓക്കെ, ലൈക്ക് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ചെയ്യുന്നത്. Take your example. Me, I don't have that. if the person came here, they don't ritual for you to get back. Your erection work like a buffalo power. Buffalo power. Why you want to take me? ഓ, Chaque année, on fait. കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്ന പോലെയാ? നമ്മള് ഇതിന് à la maison ou bien? Oui, c'est à la maison, au milieu de la maison. Donc chacun achète comme ça. Oui, tout chacun le achète, monde. chaque famille. Chacun, si ton père est mort, C'est tu vas quel? toucher. C'est toujours le vaudou qui fait ça ou bien? Non, le féticheur. Les féticheurs. Ok, donc on appelle les féticheurs à la maison. Chaque maison, tu sais, en Afrique, chaque maison a son féticheur. Hein. Ah ok. Donc chez toi c'est vous qui êtes féticheur. Non, Là, non, la moi je suis féticheur pas, qui je font ça, suis pasteur. même c'est le chef de famille qui എന്താ പറഞ്ഞു? chef de അല്ല famille ഇത് qui font ഇതെന്ന് ça. വെച്ചാൽ വീട്ടിൽ മരണപ്പെട്ട ആൾക്കാർ ആ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെ മരിച്ചിട്ടുണ്ട് വർഷത്തിലൊരു ദിവസം അവർ ഒരു ദിവസം സെലക്ട് ചെയ്യും. അത് കാരണവന്മാർക്കൊക്കെ കൊടുക്കുന്ന പറഞ്ഞാൽ അതിന് എല്ലാ വീട്ടിലും ഒരു ഫെറ്റിഷറുണ്ട്. അതായത് ഒരു ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു കർമ്മി എല്ലാ വീട്ടിലും ഉണ്ട്. വർഷത്തിലൊരു ദിവസം അവരെ കുടുംബക്കാരൊക്കെ ചേർന്നിട്ട് ഫുഡ് കാര്യങ്ങൾ എടുത്ത് വെക്കും. ഓയിൽ, മെയിനായിട്ട് പാം ഓയിൽ, ചുവന്ന കളറിലെ പാം ഓയിൽ, പല ഫുഡുകൾ എടുത്ത് വെച്ചിട്ട് അവർ ഓരോ ആൾക്കാരുടെയും പേര് പറഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ആ ചെയ്യുന്നത് ആ കുടുംബത്തിലെ കാരണവരെ കർമ്മിയായിരിക്കും. എല്ലാവരും കൂടും. അത് ആ സമയത്ത് അവരൊന്ന് കഴിച്ചു പോകും. നമ്മുടെ നാട്ടിലൊക്കെ വാവിന് ബലി കൊടുക്കുന്ന പോലെ ഇതിനകത്തോട്ടാണ് ഓയിലും ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത്. Après on fait quoi? Si on a donné la nourriture, On laisse là-bas. on reste tranquille. Oui, oui. On nettoie pas Non, 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 you leave it. for pendant. കഴിക്കില്ല. For some time and then it will finish. Okay. ഇല്ല കഴിക്കില്ല. അത് പിന്നീട് പക്ഷികളോ അതും വന്ന് കഴിക്കും. La pluie va taper അത് മഴ വന്ന് അടിച്ചാലും soleil et puis ഒന്നും lui-même, അവർ ça va തൊടത്തില്ല. finir là-bas. Donc jusqu'à L'année qui va venir, c'est fini. അടുത്ത വർഷം വരെ അവർ അവിടെ Ils ont തൊടാനേ une ഉള്ളൂ. chambre spéciale pour ça. On ne laisse pas sur le soleil. Ils ont une chambre spéciale pour eux. Mais la house sera ouverte. Dans la chambre. La house sera ouverte. Tu dis, il y a une chambre Ils pour ont une faire ça. chambre pour eux. La chambre est là, la porte est toujours ouverte. Oui, c'est ça. Mais bon, c'est comme la. Le toit c'est ouvert. Non, la porte est ouverte, mais en haut, c'est fermé. La house est fermée. Donc comment les gens peuvent venir manger? നമ്മുടെ നാട്ടിലൊക്കെ പൂജാമുറി പോലെ അവർക്കൊരു സെപ്പറേറ്റ് ഒരു അറയുണ്ട്, ഒരു മുറിയുണ്ട്. അതിനകത്തായി ചെയ്യുന്നത്. അതിൻ്റെ ഡോറ് തുറന്ന് വയ്ക്കും. മുകളിലേക്ക് അടച്ചിട്ടുണ്ട്. ഡോറ് തുറന്ന് വയ്ക്കും. വർഷത്തിലൊരു ദിവസം ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പേര് വിളിച്ചിട്ട് ആഹാരവും ഓയിലൊക്കെ വെച്ചിട്ട് അവരങ്ങ് മാറും. പിന്നെ മഴ വന്നാലും വെയിൽ വന്നാലും നോക്കത്തില്ല. അടുത്ത വർഷമാണ് പിന്നെ അത് വന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. വർഷത്തിലൊരു ദിവസം ചെയ്യുന്ന കർമ്മമാണ്. മാർക്കറ്റിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയതാ. ഇവിടെ കുറേ സാധനങ്ങളാണ് കേട്ടോ കാണുന്നത്.
ഇത് പുളിയായിട്ടുള്ള എന്തോ സാധനമാണ് കേട്ടോ, എന്താന്നേ മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു സ്റ്റീം ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണിത്. പിന്നെ ഇതാ പഞ്ചസാര, അത് കടലമാവ് അരച്ചുണ്ടാക്കിയ എന്തോ സാധനം, കുമ്മായം പോലെ ഇരിക്കുന്ന ബിസ്ക്കറ്റാന്ന് പറയുന്നത്. മാസി ബൈ ബൈ, അവരവിടെ പോവാ. പിന്നെ ഇത് മറ്റേ പീനട്ട് അരച്ചിട്ടുള്ള സാധനം. ഇത് പിന്നെ പാൽപ്പൊടിയും കോഫിയും ഇതൊക്കെയാണ് കാണുന്നത്. ഇവിടെ നല്ല മാങ്ങ സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ മാങ്ങകൾ വന്നു തുടങ്ങിയിട്ടാ. അപ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണല്ലേ. ഇഡ്ലി പോലെ ഇരിക്കും എന്നാ അപ്പം പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഞാനിത് കഴിച്ചോട്ടെ. ഇത് ഇതിന്റെ കൂടെ ഇത് ചമ്മന്തിയോ, റെഡ് കളറിൽ ചമ്മന്തി, അതല്ല ഇങ്ങനെ മുക്കിയിട്ട് ഞാൻ കഴിച്ചോട്ടെ കേട്ടാ. നമ്മളെ കള്ളപ്പം അല്ല, ഇഡ്ലി അബ്ലോ, ഇത് അത് തന്നെ. അതായത് കറക്റ്റ് ഇതിന്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഇഡ്ലിന്റെ ടേസ്റ്റ് എന്താ, നല്ല സോഫ്റ്റ് പൂ പോലത്തെ ഇഡ്ലി, ആ ഇഡ്ലിന്റെ ടേസ്റ്റും. എന്നാൽ ആ ഇഡ്ലിയില് കള്ളപ്പം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. പിന്നെ നമ്മുടെ നാട്ടില് ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ ഉണ്ടാക്കുന്ന മുളക് ചമ്മന്തിയും, അതാണ് ഇതിന്റെ ടേസ്റ്റ്. ഇത് രണ്ടും കൂടെ കഴിക്കുമ്പോൾ. ഈ കാണുന്നത് ഇവിടുത്തെ ലോക്കൽ ബിയർ. ചിയേഴ്സ്. സോ ചിയേഴ്സ്. കുടിക്കുന്നില്ല കേട്ടോ, അപ്പൊ ഞാൻ കുടിക്കട്ടെ. വെള്ളം പോലെ ഉണ്ടല്ലേ, ഭയങ്കര തണുത്തതായോണ്ട് ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്യുന്നു. കൊറേ നടന്ന് കുഴഞ്ഞില്ലേ. ഇതിന്റെ ആൽക്കഹോൾ കണ്ടന്റ് 5.1% ആണ് കേട്ടോ വരുന്നത്. ഒരു ബിയറൊക്കെ അടിച്ചതിന് ശേഷം എന്താ അവിടെ നല്ല ഇത് മട്ടനും ഇതൊക്കെ കഴിക്കാൻ വേണ്ടി വന്നു. അവിടെ വെജ് ആയിരുന്നു കേട്ടോ. കല്യാണം കഴിച്ചാൽ പിന്നെ നോൺ വെജ് ആയി. എല്ലാം കഴിക്കൂലേ, മട്ടനെല്ലാം കഴിക്കൂലേ, മട്ടനും പോർക്കൊക്കെ കഴിക്കാൻ തുടങ്ങിട്ടാ. ചിക്കന്, റൈസ്, ഇതെല്ലാം കൂടെ കഴിക്കാൻ വേണ്ടി പോകുന്നു. തിരിച്ച് വീട്ടിൽ വന്നു. വീണ്ടും നമ്മൾ ബിയർ അടിച്ചുകൊണ്ടിരിക്കുവാണ്. ബിയർ അടിക്കുന്നൊന്നും അത്ര നല്ലതല്ല, മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. വല്ലപ്പോഴും ഒക്കെ കുടിക്കാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.